പുക്കിൾക്കൊടി കഴുത്തിൽ ചുറ്റിയതുകൊണ്ടാണ് പ്രസവിക്കാൻ പോകുന്നവർ സീവിയർ സ്റ്റൊമക് പെയിൻ ഉണ്ടായിരുന്നു. അഡ്മിറ്റ് പറഞ്ഞു. ഹലോ, അപ്പൊ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്റെ വിച്ച് ഉണ്ടായ കഥയാണ് പറയാൻ പോണേ. ഡെലിവറി സ്റ്റോറിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണേ. സോ ഞാൻ ആദ്യം തന്നെ പറയാം, ആരെങ്കിലും ഇപ്പോഴത്തെ റീസെന്റ് പ്രസവിക്കാൻ പോകുന്നവരോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് എല്ലാവരതും ഡിഫറെന്റ് ആയിരിക്കും, ഓരോരുത്തരുടെ എക്സ്പീരിയൻസും ഡിഫറെന്റ് ആയിരിക്കും. സോ എന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു മാത്രം, പേടിക്കാൻ മാത്രം ഒരുപാട് എലമെന്റ്സ് ഒന്നുമില്ല. ബട്ട് എന്നാൽ കൂടെ ആദ്യം പറഞ്ഞെന്നുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു യൂട്യൂബിലൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട സമയത്ത് ആളുകൾ Q&Aയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി സ്റ്റോറി പറയുമോ എന്നുള്ളത്. അതേപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെയും ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പറയാമോ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ വൈ നോട്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്ലാനിലേക്ക് എത്തിയത്. അത് അങ്ങനെ ഓക്കെ. സോ ഇത് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് സെപ്റ്റംബർ 22 2024 ഓക്കെ. അതിന് മുന്നേ ഒക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അഡ്മിറ്റ് ആവുന്നത്. ഞാൻ പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അഡ്മിറ്റ് ആയത് എന്തിനെന്ന് വെച്ചാൽ എനിക്ക് നല്ലതുപോലെ സീവിയർ സ്റ്റൊമക് പെയിൻ ഉണ്ടായിരുന്നു. ഒരു ഓഗസ്റ്റ് 22 ശേഷം ഞാൻ ക്രാഫ്റ്റ് തന്നെയായിരുന്നു, കാരണം നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അത് യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. സോ അതിന്റെ പെയിൻ നല്ലോണം എനിക്കുണ്ടായിരുന്നു. നല്ലോണം കുറേ വേദന അനുഭവിച്ചിട്ടുണ്ട്, കുറേ ഇഞ്ചക്ഷൻസ് എടുത്തിട്ടുണ്ട്. ഒരു 32 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും മേ ബി പ്രീമച്ചുവർ ബേബി ആവുന്നു. എന്നിട്ട് കുറേ ഇഞ്ചക്ഷൻ ആ ടൈമിൽ ബേബിക്ക് ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ വേദന അനുഭവിച്ച് ഓണൊക്കെ ആയപ്പോൾ ഡോക്ടറിന് ഇനി വീട്ടിലേക്ക് വെക്കോ, ഇനി ഓണൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ദിവസം അഡ്മിറ്റ് ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നതാ. അതുപോലെ തന്നെ എനിക്ക് ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഷുഗർ ക്രേവിങ്സ്. ഷുഗർ ക്രേവിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഷുഗർ ഹൈ ആയിരുന്നു, നല്ല ഷുഗറും ഉണ്ടായിരുന്നു. ഞാൻ പൊതുവെ എനിക്ക് ഷുഗർ കഴിക്കാൻ നല്ല ക്രേവിങ്സ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എൻ്റെ പ്രഗ്നൻസി ജേർണി ത്രൂ ഔട്ട് മധുരം വിട്ടൊരു കളി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഷുഗർ കൂടി ലാസ്റ്റ് ഡോക്ടർ മെഡിസിൻ എഴുതി. ആ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് പോലും ഞാൻ കഴിച്ചിരുന്നത് ഫലൂദയായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ഓണത്തിന് ഞാൻ കുടിച്ച പായസത്തിന് കണക്കില്ല, അത്ര മധുരത്തിന് ക്രേവിങ്സ് ആയിരുന്നു എനിക്ക് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഷുഗർ ഹൈ ആയിരുന്നു, ഷുഗർ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ബേബിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു. ഓവർ വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വെയിറ്റ് 37 വീക്സ് ആകുമ്പോൾ തന്നെ അവൻ 3200 ഉണ്ടായിരുന്നു. അപ്പോൾ ഓവർ വെയിറ്റ് തന്നെയാണ്, അങ്ങനെ ആയിരുന്നു. അപ്പൊ എന്തായാലും സെപ്റ്റംബർ 22 ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അതും എന്താ ഡോക്ടർ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയതായിരുന്നില്ല, ഭയങ്കര സീവിയർ സ്റ്റൊമക് പെയിൻ. അതിന്റെ വയറ് കാണലായിരുന്നു. വിവരാന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് വയറൊക്കെ കണ്ടുപോയി. അന്ന് ബിരിയാണി ഒക്കെ ആയിരുന്നു. ആ ബിരിയാണിയൊക്കെ നല്ലോണം കഴിച്ച് ഒരു 6:30-7 മണിയാകുമ്പോഴേക്ക് തുടങ്ങി വയറ് വേദനിക്കാൻ. ഭയങ്കര വയറുവേദന, അസ്വസ്ഥ, എന്താ അസഹനീയമായ വയറുവേദന. അപ്പൊ വേഗം വിവരണം വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ നോക്കി, കുട്ടി വരാനുള്ള വികസനമായിട്ടില്ല, കുട്ടി വരാനുള്ള വേദനയല്ല അത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ വേദന കുറെ ആയാലും അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് നോക്കാം, നാളെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് അഡ്മിറ്റ് നോക്കാൻ പറ്റൂ എന്നുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ 23 അഡ്മിറ്റ് പറഞ്ഞു. 23 ഡോക്ടർ സ്കാൻ ചെയ്തു. 23 ഡോക്ടർ സ്കാൻ ചെയ്തപ്പോ കുട്ടി 3200 വെയിറ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇന്ന് വേദന വരാനുള്ള പെയിന്, നോർമൽ ഡെലിവറിക്കുള്ള പെയിന് വരുത്താം, അപ്പൊ ഇന്ന് വൈകുന്നേരം ലേബർ റൂമിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ 23 വൈകുന്നേരം ഞാൻ റെഡിയായി, മുടിയൊക്കെ ഭംഗിയിലാക്കി കെട്ടി, നല്ല ഐലൈനറൊക്കെ എഴുതി, നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞാൻ ലേബർ റൂമിലേക്ക് പോയപ്പോഴാ തൊട്ടപ്പുറത്ത് ഒരു ലേബർ സ്യൂട്ടുന്ന ഒരു ചേച്ചീന്റെ കരച്ചിൽ, അലറി വിളി. ഉള്ള ധൈര്യം മൊത്തം അവിടെ പോയി. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നൊന്നും വേണ്ട ഞാൻ പോവാണ്, ഇപ്പൊ പോവാണ്. ഞാൻ ട്യൂബിടലായിരുന്നു. അപ്പൊ ഒന്നും വേണ്ട പറഞ്ഞു. ഞാൻ അങ്ങനെ 23 ഒന്നും ചെയ്തില്ല. എനിക്ക് ധൈര്യം സംഭരിക്കാൻ വേണ്ടി ഞാൻ റൂമിലേക്ക് പോന്നു. ആ 24 രാവിലെ നേരത്തെ വരാൻ പറഞ്ഞു. 24 രാവിലെ നേരത്തെ വേദന വരാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അങ്ങനെ പോയി. 24 വേദന വരാനുള്ള മരുന്ന് വെച്ചു, രാവിലെ വെച്ചു, വേദന വരുന്നില്ല. ഉച്ചയ്ക്കും വേദന വരുന്നില്ല. രാത്രി പതിയെ നേരിയ വേദന വരാൻ തുടങ്ങി. അത് ആ മരുന്ന് കണ്ടിന്യൂ ചെയ്തു, നടക്കാൻ തുടങ്ങി. അങ്ങനെ 25 രാവിലെ ആയപ്പോഴേക്കും വേദന നല്ലോണം വന്നു, നല്ല വേദന തുടങ്ങി. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് റീലൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ പ്ലാൻ ചെയ്തിട്ടാ പോയിരുന്നത്. പിന്നെ ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് തന്നെ എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെ ആദ്യം തന്നെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോടൊക്കെ റീൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു ഉറപ്പിച്ചിട്ടാ പോയിരുന്നു. അപ്പൊ എന്തായാലും
അങ്ങനെ പറഞ്ഞ പ്രകാരം ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലേബർ റൂമിലേക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞു. വേദന ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വേദന വരൽ തുടങ്ങി. പിന്നെ ലാസ്റ്റ് ഒരു ട്രിപ്പ് ഇട്ടു. കുട്ടിക്ക് വികസനം വന്നു തുടങ്ങി. എപ്പോൾ വേണമെങ്കിലും കുട്ടി പ്രസവിക്കാം. അങ്ങനെ ലേബർ റൂമിൽ സെക്കൻഡ് സ്റ്റേജിൽ കിടക്കുന്ന നേരത്ത് കിടക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് നമ്മളിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുമല്ലോ, എക്സസൈസ് ഒക്കെ ചെയ്യുമല്ലോ അവിടെ നിന്ന് അങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് നല്ലോണം വേദന ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര വേദന ഉണ്ട്. പിന്നെ നഴ്സിനോട് പറഞ്ഞു, നഴ്സ് എനിക്ക് ഇങ്ങനെ വേദനിക്കുന്നുണ്ട് പറഞ്ഞു. ഭയങ്കര കോപ്പറേഷൻ ആണ്, നല്ല ഹോസ്പിറ്റലാണ്, നല്ല നഴ്സാണ്, നല്ല സർവീസാണ്, നല്ല ഡോക്ടറാണ്. എന്റെ ഡോക്ടർ മുന ഡോക്ടർ ആയിരുന്നു. ഷീസ് ജം. ഓക്കെ, അത് നല്ല സർവീസ്, നല്ല നേഴ്സൊക്കെ ആയിരുന്നു, നല്ല നഴ്സുമാരായിരുന്നു. അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് നഴ്സുമാരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ നേഴ്സ് എന്നൊക്കെ ഇടക്ക് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. നേഴ്സ് മറ്റേ ആ കുട്ടിയുടെ ഹേർട്ട് ബീറ്റ് നോക്കണ സാധനം വെച്ച് നോക്കിയ സമയത്ത് കുട്ടിക്ക് ഹേർട്ട് ബീറ്റ് ഇല്ല. വാവ് അല്ലെ, കുട്ടിക്ക് ഹേർട്ട് ബീറ്റ് ഇല്ല. ഇപ്പൊ ഞാനത് പറയുമ്പോ ചിരിച്ചു പറയെങ്കിലും ആ ഒരു ടൈമില് ഞാനും ഞങ്ങളുടെ ഫാമിലി അനുഭവിച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടിട്ടാ. അത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ചിരിച്ചു പറയുമ്പോ ഒരു പക്ഷെ മനസ്സിലാവില്ല. ഒന്ന് ആലോചിക്കണം, നമ്മള് വേദന വരുത്തി സെക്കൻഡ് സ്റ്റേജ് കടന്നു. അതോ അതിന് കുറച്ച് മുന്നേ ഫുഡ് കഴിക്കാൻ, എനിക്ക് വേദന പറയാം, സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തി നല്ലോണം വേദന വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഫുഡ് കഴിക്കാൻ എനിക്ക് കഞ്ഞിയാ കൊടുന്നേന്ന്, എനിക്ക് പൊടിയരിക്കഞ്ഞി, എനിക്കത് ഇഷ്ടമല്ല. ഒന്നാമത് ആ ടൈമിൽ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതും കയ്പയ്ക്കുപ്പേരി ആ ഒരു ടൈമിൽ എന്താണെന്നറിയില്ല, കഴിക്കാനേ തോന്നില്ല. പിന്നെ അപ്പൊ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടിക്ക് ബന്നും കാപ്പി കൊടുന്നോർത്തേനെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് വേണ്ട, എനിക്ക് ബന്നും കാപ്പി തന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഈ കഞ്ഞി ഞാൻ കുടിച്ചിട്ടില്ല. അപ്പൊ രാവിലെ ദോശ കഴിച്ചതാണ്. അപ്പൊ നേഴ്സ് പറഞ്ഞു, എന്തെങ്കിലും കഴിക്കില്ലെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല, ക്ഷീണിച്ചു പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വേണ്ട, എനിക്കിതൊന്നും പറ്റില്ല, എനിക്ക് മറ്റേ ബെന്നും കാപ്പിയും വേണമെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഈ ഒരു കഞ്ഞീന്റെ പാത്രം എടുത്ത് പോയിട്ടുള്ളൂ. ഒരെണ്ണ കൊടുത്തേക്ക് അമ്മേന്റെ അടുത്ത് അമ്മ കൊണ്ടുപോയിട്ടുള്ളു. അപ്പൊ അത് കഴിഞ്ഞു. വേദന ഒന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. രാവിലെ ആ ഒരു വേദനയുടെ ഇടയിൽ കൂടെ ഒരു ദോശ കഴിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നോക്കുമ്പോ കുട്ടിക്ക് ഹേർട്ട് ബീറ്റ് ഇല്ല. അപ്പൊ ഹെഡ് ബീറ്റ് ഇല്ല. നേഴ്സിന് എന്തൊക്കെയോ ഒരു വശവിശക്ക് തോന്നി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ റോങ് അടിക്കുന്നുണ്ടെന്ന്. അതിൽ വേഗം നേഴ്സ് വേഗം ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. ഒരു ഡോക്ടർ വന്നു. ആദ്യം വന്നത് വേറൊരു ഡോക്ടറായിരുന്നു, ഇന്റെ ഡോക്ടർ എന്നില്ല. ആ ഡോക്ടർ വന്ന് PV ഇങ്ങോട്ട് ചെയ്തു. PV എന്ന് പറയാൻ പറ്റില്ല, അത്തരം ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു PV എനിക്ക് മേ ബി ഞാൻ പ്രിപ്പയർ ആവാത്ത പെട്ടെന്ന് എടുത്തതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ടായിരിക്കാം. അതില് എന്റെ ജീവൻ അങ്ങോട്ട് കിളിയങ്ങോട്ട് പറന്നങ്ങോട്ട് പോയി ആ PV തന്നെ. പിന്നെ അങ്ങനെ ഒരു വേദനാമയമായിരുന്നു. അപ്പോഴേക്കും എന്റെ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഐശ്വര്യ, കുട്ടിക്ക് തീരെ ഹേർട്ട് ബീറ്റ് ഇല്ല. സോ ഡോക്ടർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ നോർമൽ ഡെലിവറി ആക്കണം എന്നുള്ളത്. കാരണം അത്ര പെയിൻ ഞാൻ അനുഭവിച്ചു. സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തി. കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ബേബി വരുന്ന ഒരു അത്രയും ഒരു സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു. പക്ഷെ മോന് തീരെ, നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള പോലും ഹേർട്ട് ബീറ്റ് ഓന് ഉണ്ട്, തീരെ ഇല്ല. അങ്ങനെയായിരുന്നു കുട്ടി. അത് ഡോക്ടർ പറഞ്ഞു, കൈ പിടിച്ചിട്ട്, സോറി ഐശ്വര്യ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് C-സെക്ഷൻ ചെയ്യണം. അപ്പൊ ഇമ്മീഡിയറ്റ് C-സെക്ഷൻ അല്ലെ, ഇമ്മീഡിയറ്റ് എന്നൊക്കെ പറയാം പെട്ടെന്നല്ലേ. ഇപ്പൊ ഡോക്ടർ ആ ഒരു ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇമ്മീഡിയറ്റ് C-സെക്ഷൻ അങ്ങനെയൊക്കെയാ ഡോക്ടർ പറഞ്ഞത്. അതിന് വേഗം നമുക്ക് ഡ്രസ്സ് മാറ്റണു. അത്രയും നേരം ഉണ്ടായിരുന്ന ഡ്രസ്സല്ല, വേറെ ഡ്രസ്സ് ഇടിക്കണു. മറ്റേ മൂക്കുത്തി ഉരുണു, കമ്മല് ഇതൊന്നും ഇട്ടിരുന്നില്ല. സെക്കൻഡ് സ്റ്റേഡ് ഉണ്ടായിരുന്നു. മൂക്കുത്തി ഉരുണു, സെക്കൻഡ് സ്റ്റേഡ്, തേർഡ് സ്റ്റേഡ് ഉരുണു. അങ്ങനെ മുടിയൊക്കെ കെട്ടണു, തലയിൽ തൊപ്പിയിടണു, നീല ഡ്രസ്സ് ഇടണു, എന്തൊക്കെയോ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് പേടിയാലും തുടങ്ങിട്ടോ, ഞാൻ മരിച്ചു പോവോ, അങ്ങനെയൊക്കെ എന്റെ ചിന്തയത് എന്റെ മനസ്സിലെ. അങ്ങനെ ഇപ്പൊ എനിക്ക് എന്റെ അമ്മേനെയും ചേച്ചിനെയും കാണാം. അങ്ങനെ എന്താ അറിയില്ല, ഒരു പഴയൊരു ഓർമ്മ ആ ഒരു സമയത്തിന്റെ മനസ്സിലാണ്, പഴയ ഓർമ്മകൾ. അപ്പൊ എനിക്ക് അമ്മേനും ചേച്ചിനെയും കാണാം, അമ്മയും ചേച്ചിനെയും കാണാൻ, ഞാൻ മരിച്ചു പോവോ, അങ്ങനത്തെ ഒക്കെ തോന്നലേന്ന്. അപ്പൊ ഒരു പറഞ്ഞു, എല്ലാരെയും കാണിച്ചിട്ട് പറഞ്ഞു, അമ്മേനും ചേച്ചിനെയും കണ്ടു, പിന്നെ കണ്ടു, അച്ഛനമ്മയൊക്കെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, വേഗം കുട്ടിക്ക് റെഡിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അങ്ങനെ C-സെക്ഷൻ പറഞ്ഞു ചോദിച്ചു. ഞാൻ C-സെക്ഷന് വേണ്ടി പോയി. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലെത്തി. അവര് അനസ്തേഷ്യ എടുക്കുന്നത് വരെ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അനസ്തേഷ്യ എടുത്ത ശേഷം താഴത്തേക്ക് പിന്നെ നമുക്ക് അനക്കയില്ലല്ലോ. അങ്ങനെ ഞാൻ ഡെലിവറി പ്രഗ്നൻസിന്റെ ജേർണിയിലാണ് നമ്മൾ എന്താ പറയാ, ആവേശം മൂവി ഇറങ്ങണം. അപ്പൊ അതിൽ എട മോനെ എന്നാണ് മറ്റേ ഫഹദ് വിളിക്കുമ്പോ ഇവരുടെ ഇടയ്ക്ക് ഇങ്ങനെ വയറുമ്പോ വെച്ചിട്ട് പറയും, എട മോനെ എന്നിങ്ങനെ പറയും. അപ്പൊ ഞാൻ പറയും, എട മോനാവൂല മോളാവും എന്ന് പറയും. കാരണം എനിക്ക് എന്റെ വീട്ടിലെല്ലാവർക്കും മോനാവണം എന്നൊരു ആഗ്രഹം എന്ന് പറയും. എന്റെ അമ്മയ്ക്ക് 2 പെൺകുട്ടികളായതുകൊണ്ട് ഇനി ആദ്യമായിട്ട് ജനിക്കുന്ന കുട്ടി ഒരു ആൺകുട്ടി ആവണം എന്നുള്ളൊരു ആഗ്രഹം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഉള്ളില് ആൺകുട്ടി ആയാലും സന്തോഷമാണ്, പെൺകുട്ടിയല്ല. നമുക്ക് അമ്മമാർക്ക് അവന് അങ്ങനെ ആയിരിക്കില്ല, ഇന്നെ കുട്ടി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. പക്ഷെ എന്നാലും
എവിടേക്കൊക്കെ ഒരു പെൺകുട്ടി ആവണം എന്നുള്ളത് മുടിക്ക് കെട്ടി കൊടുക്കാം, കണ്ണെഴുതി കൊടുക്കാം, അങ്ങനത്തെ ഒരു ആ ഒരു സംഭവത്തിൽ എനിക്ക് പെൺകുട്ടിയാണെന്ന് തന്നെയാണ്. ശിവനാണ് ഉറപ്പിച്ച് പറയുന്നത് ഓനെ ആൺകുട്ടിയാണ്, എട മോനെ എന്ന് പറയും. ഇപ്പൊ ഡ്രസ്സ് നമ്മള് പ്രസവിക്കുന്നതിന് മുന്നേ, ഡെലിവറിക്ക് മുന്നേ നമ്മള് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ നമ്മൾ ഇവരാണ് എടുത്ത സമയത്തുള്ള ഡ്രസ്സുകളൊക്കെ ആൺകുട്ടികൾക്ക് പറ്റി അങ്ങനത്തെ. അപ്പോൾ ഇതൊക്കെ ആൺകുട്ടി പെൺകുട്ടിയാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടിട്ട് അതിന് ഓൻ ചെക്കനാ, എന്റെ മോനാ, എട മോനെ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ മനസ്സിലാലോചിച്ചിട്ടാണ് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ കിടക്കണം. അപ്പൊ നമുക്കൊന്നും കാണാൻ പറ്റില്ല, നമ്മളെ നേരെ മുമ്പിൽ കുറച്ച് വെളിച്ചം മാത്രമാണല്ലോ. ആ കണ്ണൊക്കെ അടിച്ച് മരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുക, എനിക്ക് എന്റെ കുട്ടീനെ കാണാൻ പറ്റണേന്നും ആ ഒരു ഏതൊരു അമ്മമാരും ആ ഒരു മൊമെന്റിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ ചിന്തിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഐശ്വര്യ നിന്നെ പോലെ തന്നെ ഒരു ക്യൂട്ട് ബേബി ബോയ് ആളിട്ടോന്ന്. എന്റെ മനസ്സിൽ ലഡു കിട്ടി. കാരണം വിവരയുടെ അത്രയും കാലം പറഞ്ഞ ആ ഒരു സംഭവം സന്തോഷായി. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലോ, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞത് ജനിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ അവരവരെ ഒരു ചെസ്റ്റിലേക്ക് കിടത്തുന്നത്. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്റെ കുട്ടി കരഞ്ഞിട്ടും കൂടെ ഉണ്ടായിരുന്നില്ല ജനിച്ച സമയത്ത്. അതേപോലെ തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ വിപിനയുടെ കുട്ടീനെ വാങ്ങണ വീഡിയോ ഒക്കെ എടുക്കണം, അതൊക്കെ റീലിൽ വരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളെ ഇതിനെ. പക്ഷെ അവർക്കൊന്നും കുട്ടീനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടിക്ക് ജനിച്ച സമയത്ത് തീരെ ശ്വാസം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നേരെ ഓനെ NICയിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ആർക്കും ജസ്റ്റ് അത് ഇങ്ങനെ കാട്ടിക്കൊടുത്തു എന്നല്ലാതെ, ആൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ കാട്ടിക്കൊടുത്തു എന്നല്ലാതെ ഒരു ആർക്കും നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്നപ്പോ നബിനുടെ മുഖത്തപ്പോ എന്നോട് അങ്ങനെ അടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കിയത് തന്നെ. പറഞ്ഞു ആൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ചിരിച്ചു പറഞ്ഞു. ആ എന്നൊക്കെ പറഞ്ഞ സന്തോഷമായി. അങ്ങനെ പിന്നെ ICയിലായിരുന്നു. അങ്ങനെ കുറെ മണിക്കൂർക്ക് ശേഷം പിന്നെ ICന്ന് എവിടേക്ക് മാറ്റി, റൂമിക്ക് മാറ്റിയപ്പോ മുതല് എനിക്ക് കുട്ടീനെ കാണണം അല്ലെ. ഞാൻ രാവിലെ നേരത്തെ പിന്നെ ആ ഒരു മറ്റേതില് ആ ഒരു സമയം നമ്മളൊരിത് അപ്പൊ ജനിച്ചത് എന്നാ പറയല്ലേ, 25-ാം തീയതി ഓൻ ജനിക്കേണ്ടത്. 25/5/24 ഓൻ ജനിക്കേണ്ടത്. അപ്പോ അതിന്റെ ഞാൻ റൂമിലേക്ക് എത്തിയപ്പോ എനിക്ക് ഓനെ കാണണം. അപ്പൊ പറഞ്ഞു കുട്ടിക്ക് ബ്രീത്ത് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ NICയിലാണ്, നാളെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. പതുക്കെ ഓപ്പറേഷൻ ആയിരുന്നു. അറിയാലോ, ജീവൻ പോകുന്ന വേദനയാണ് നീക്കുമ്പോ, ആദ്യത്തെ ആ ഒരു വേദന മാറി നീക്കുമ്പോ. അങ്ങനെ അമ്മയും ചേച്ചിയും ഇവരാണ്ടും ഒക്കെ ഹെൽപ്പ് ചെയ്ത് പതുക്കെ നീക്കാൻ തുടങ്ങി, പതുക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം 26-ാം തീയതി ഈവനിങ് ഒരു 4 മണിയൊക്കെ ആകുമ്പോ കുട്ടിക്ക് എങ്ങനെയാ പാല് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് എവിടേക്ക് ചെല്ലാൻ പറഞ്ഞു, NICയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചേച്ചിയും ഞാനും വിവരണവും കൂടെ പതുക്കെ നടന്ന് NICയിൽ പോയി. അപ്പൊ അതിനുള്ളിലേക്ക് 2 ആൾക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ പാല് കൊടുക്കാൻ പഠിപ്പിക്കാനല്ലേ. അപ്പൊ ചേച്ചിനോടും എന്നോടും കയറാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടിനെ കയറി. വിച്ചിരിന്റെ കയ്യിൽ തരണ ഒരു മൊമെന്റ് ഇന്നും അൺഫോർഗറ്റബിൾ ആ. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് എന്റെ കുട്ടി ഒരു ചെറിയൊരു കുഞ്ഞിനെ പോലത്തെ ഒരു കുഞ്ഞു ചിക്കനാ. ഓൻ ജനിച്ചോ 300-200 ഉണ്ടെങ്കിൽ ഒരു ചെറിയ നൂട്ടാപ്പിയാണ്. അതിനെന്റെ കയ്യിൽ തന്നു നേഴ്സ്. എന്നാ എനിക്ക് എന്താ പറയാ അറിയില്ല, ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺഫോർഗറ്റബിൾ ആയൊരു മൊമെന്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ അപ്പൊ എനിക്ക് ചേച്ചി അടുത്തുണ്ടായി. ഞാൻ ചേച്ചി എന്റെ കുട്ടിയാണ്, ചേച്ചിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ചേച്ചി എടുത്തു, ഭയങ്കര സന്തോഷമായി. അന്ന് വൈകുന്നേരം ഓനോ കുഴപ്പം പാലൊക്കെ കുടിക്കണം, നല്ല പെട്ടെന്ന് അവൻ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലൊക്കെ കുടിക്കുന്നുണ്ട്. നേരെ റൂമിലേക്ക് തന്നപ്പോ പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളടുത്ത് നമ്മളെ കുട്ടി അങ്ങനെ നോക്കി റെഡിയാക്കി. അപ്പൊ ഇങ്ങനെ ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഡെലിവറി സ്റ്റോറി ആയിരുന്നു എന്റേത്. ആ ഒരു സെക്കൻഡാണ് ഇപ്പൊ 1.5 വയസ്സായിട്ട് വികൃതിത്തരം കാണിച്ച് നടക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരും ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ചേച്ചിക്ക് എന്നെ പോലത്തെ അങ്ങനത്തെ യാതൊരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ആളുകളുടെയും എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. എന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു. ആൻഡ് ഈ ഒരു ജേർണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയാം മുന ഡോക്ടറോടാ. ബിക്കോസ് ആ ഒരു ഡോക്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ടൈമിൽ എൻ്റെ ദൈവം ആ ഡോക്ടർ എന്ന്. കാരണം ആദ്യം വന്ന ഡോക്ടർ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഡോക്ടർ ആ സമയത്ത് ഇല്ല, വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് CS ചെയ്യാമെന്ന് പറഞ്ഞ് കുട്ടിയെ പുറത്തെടുക്കാമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞ ഒരു ഇതുണ്ട്. ഞാൻ പോരുമ്പോ തിരിച്ചു ഡോക്ടർക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടായിരുന്നു. കാരണം എനിക്ക് ആ ഒരു മൊമെന്റ് പറഞ്ഞു തരുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അത്രത്തോളം ആ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ എന്നോട് പറയുന്നത് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി കിടക്കുന്ന ആ ഒരു മൊമെന്റില് അനസ്തേഷ്യ വയ്ക്കുന്ന മുന്നേ ഡോക്ടർ പറഞ്ഞത്, ഐശ്വര്യ അറ്റ് ദ എൻഡ് നീയും ബേബിയും ഓക്കെ ആയിരിക്കും. ആ ഒരൊറ്റ കാര്യം ഡോക്ടർക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ വാക്ക് ഡോക്ടർ പാലിച്ചു. അത്രയും എന്താ പറയാ പോലെ
ഒട്ടും ഹേർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല വിച്ചുവിന്, ഒട്ടും ഹേർട്ട് ബീറ്റ് ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. ഡോക്ടർ പെട്ടെന്ന് ആ ഒരു അതോ 2:30ക്കാണ് ഈ ഇതൊക്കെ ഉണ്ടാവുന്നത്, 2:45 ആകുമ്പോഴേക്കും ജനിക്കുകയും ചെയ്തു. 15 മിനിറ്റ് കൊണ്ട് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ആ ഒരു ഡോക്ടർ അതുകൊണ്ട് തന്നെയായിരുന്നു ക്രാഫ്റ്റ് ഹോസ്പിറ്റലിന്റെ മുന്നേ ഡോക്ടറായിരുന്നു അത്. വീണ്ടും 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 എന്നും മനസ്സിലൊരു സന്തോഷം, മനസ്സിൽ ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ എന്നും ഉണ്ടാവും. സോ ഇതായിരുന്നു എന്റെ വിച്ചു ഉണ്ടായ കഥ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞേ, ആൻഡ് ഞാൻ എന്റെ ഡെലിവറി 37 വീക്സ് ആയിരുന്നു, ഷാർപ്പ് 37 വീക്സിന്റെ അന്നായിരുന്നു കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് തന്നെ 3,200 വെയിറ്റ് ഉണ്ടായതുകൊണ്ട് ഓന് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ശരിക്കും പറയാം 38 ആഴ്ചക്ക് ശേഷമാണെന്നാവും. ഓക്കെ, അപ്പൊ അതാണ് എന്റെ വിച്ചു ഉണ്ടായ കഥ എന്ന് പറഞ്ഞാല്. ഞാൻ എന്താ ആറ്റുനൂറ്റ് ഉണ്ടായിട്ട് അങ്ങനെ നമ്മൾ കാത്ത് കാത്ത് കിട്ടിയൊരു അങ്ങനെ നമുക്ക് പറയാനൊന്നും പറ്റില്ല. വളരെ യാദൃശികമായ ഒരു എൻട്രി ആയിരുന്നു വിച്ചുവിൻ്റെത്. പക്ഷെ ആ ഒരു ജേർണിയിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കുറേ എന്താ മെന്റലി ഞാൻ ഡൗൺ ആയിട്ടുണ്ട്. എന്റെ പ്രഗ്നൻസി ജേർണി ഒട്ടും സ്മൂത്ത് ചെയ്യുന്നില്ല. പക്ഷെ അറ്റ് ദ എൻഡ് വിച്ചുവിന്റെ കൈ കിട്ടുന്നത് വരെ, ആ ഒരു മൊമെന്റ് വരെ ഞാൻ ഒട്ടും എന്താ പ്രിപ്പയർ ആകുന്നില്ല, ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് പ്രിപ്പയർ ആകുന്നില്ല. ബട്ട് ഇന്ന് ഇന്റെ എന്താ പറയാ ഒരു എല്ലാത്തിനും എനിക്കൊരു ഇമോഷണലി ഞാൻ വീക്ക് ആവുമ്പോഴും, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ സ്ട്രോങ് ആവണം എന്ന് എന്നെ പറഞ്ഞു തരണതും, അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഇന്നെ ഒരു വേറൊരു ഹ്യൂമൻ ബീങ് ആക്കി മാറ്റിയത്, അല്ലെങ്കിൽ വേറൊരു ആളാക്കി മാറ്റിയത് എന്റെ വിച്ചുവാണ്. ആൻഡ് അതായിരുന്നു എൻ്റെ ഒരു ജേർണി. സോ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആവും. അപ്പൊ ഇത് കണ്ടിട്ട് ആരും ടെൻഷൻ ആവണ്ട. ഇത് ഇന്റത് ഇങ്ങനെ ആയി വിച്ചുവിന് ആ ഒരു സമയത്ത് പുക്കിൾക്കൊടി കഴുത്തിൽ ചുറ്റിയതുകൊണ്ടായിരുന്നു ഓന് ഹേർട്ട് ബീറ്റ് ഇല്ലാത്തത്. അപ്പോ ചില കുട്ടികളാണ് മഷി കുടിച്ചിട്ടും അങ്ങനെ പല പലതും എന്താണ്. അപ്പൊ പുക്കിൾക്കൊടി ചുറ്റണത് ഒരു പ്രശ്നം തന്നെയാണ്, വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അറ്റ് ദ എൻഡ് ആ ഒരു ടൈമില് ആയതുകൊണ്ട് വലിയ ഉണ്ടായില്ല, ദൈവത്തിന്റെ ഒരു കൃപ, അത്ര തന്നെ. സോ ഇതായിരുന്നു എൻ്റെ ഒരു ജേർണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. സോ ബൈ ബൈ.